ഹായ് ഓൾ, ക്യൂബിറ്റ് ബാങ്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പതിവ് പോലെ വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു വീഡിയോ തന്നെയാണ്. സോ യൂക്കോ ബാങ്കിൻ്റെ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുന്ന ഓഫീസർ പോസ്റ്റിനകത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെ ഔട്ടായിട്ടുണ്ട്. സോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിലുകളിലേക്ക് ഒന്ന് കയറാവുന്നതാണ്. ലോക്കൽ ബാങ്ക് ഓഫീസർ അതായത് സ്റ്റേറ്റ് വൈസിലാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ക്ലർക്ക് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. നോർമലി ഒരു ബാങ്ക് PO എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ ഓവർ ദ ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പം സ്റ്റേറ്റ് വൈസിലാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലേക്ക് ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് പറയുന്നത്. ലോക്കൽ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. നിർബന്ധമായിട്ടും ക്ലറിക്കൽ കാറ്റഗറി പോലെ തന്നെ ഓഫീസർ പോസ്റ്റിനകത്ത്, അതായത് ഈ ലോക്കൽ ബാങ്ക് ഓഫീസർ പോസ്റ്റിനകത്ത് ലാംഗ്വേജ് പ്രൊഫഷൻസി മസ്റ്റ് ആയിട്ടുണ്ട്. സോ ടോട്ടൽ 250 ഒഴിവുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യൂക്കോ ബാങ്കിൽ LBO വേക്കൻസിയിൽ. മറ്റൊരു കാര്യങ്ങളിൽ അതായത് ഏജ് എന്ന് പറയുന്നത് മിനിമം 20 വയസ്സും 30 വയസ്സിനും ഇടയിലാണ്. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് നോക്കാൻ ഈ രണ്ട് ഡേറ്റ് ഓഫ് ബർത്തുകൾക്ക് ഇടയിലാണോ നിങ്ങളുടെ ജനനം എന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഏജ് ബാർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഏജ് ക്രൈറ്റീരിയ നിങ്ങൾ കവേർഡ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് 2195 11/2005 ഇടയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ ഏജ് ബാർ നിങ്ങൾക്ക് ഓക്കെ ആണ്. ദെൻ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 1 ആസ് യൂഷ്വൽ ഒരു POൻ്റെ അതേ സ്കെയിൽ 1 തന്നെയാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്രോക്സിമേറ്റ് 85,920 റുപ്പീസ് സാലറി അവൈലബിൾ ആണ്. ദെൻ ഗ്രാജുവേഷൻ മാത്രമാണ് ക്വാളിഫിക്കേഷൻ. അത് പ്രത്യേകം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പലരുടെയും ധാരണ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ വേണ്ടി വരും എന്നതാണ്. അങ്ങനെയൊരു കാര്യം ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി എക്സാമിനേഷൻ്റെ പാറ്റേൺ കൂടെ നമുക്കൊന്ന് നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഒറ്റ എക്സാമിനേഷൻ മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദർ ഇസ് നോ പ്രിലിമിനറി എക്സാമിനേഷൻ, ദർ ഇസ് ഓൺലി വൺ എക്സാമിനേഷൻ. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ചോദ്യവും 60 മാർക്കും നൽകിയിട്ട് നിങ്ങൾക്ക് 60 മിനിറ്റ് സെപ്പറേറ്റ് ടൈമിംഗ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ GA 40 ചോദ്യം 40 മാർക്ക് 35 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഒരു സമയം. ഇംഗ്ലീഷ് 35 ചോദ്യം 40 മാർക്ക് ദെൻ 40 മിനിറ്റ്. എഗെയിൻ നമുക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് 35 ചോദ്യവും അവിടെ മാർക്കിനകത്ത് നല്ലൊരു മാറ്റമുണ്ട്. 60 മാർക്കുണ്ട് 35 ചോദ്യത്തിൽ. ദെൻ അതിന് 45 മിനിറ്റുമാണ് നൽകിയിട്ടുള്ളത്. ടോട്ടൽ 155 ചോദ്യം 200 മാർക്ക് 3 അവറിൻ്റെ സെഷൻ. അപ്പം ഈ ഒരൊറ്റ എക്സാമിനേഷൻ മാത്രമാണ് നമുക്ക് ഈ ജോബ് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ജോബിലേക്കുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മറ്റു പരീക്ഷകളെ പോലെ ദർ ഇസ് നോ പ്രിലിമിനറി ഓർ മെയിൻ എക്സാമിനേഷൻ, ദർ ഇസ് ഓൺലി വൺ എക്സാമിനേഷൻ. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെക്ഷണൽ ക്വാളിഫൈയിങ് മാർക്കുകൾ ഇല്ല, അഗ്രിഗേറ്റ് മാർക്ക് മാത്രമാണ് നോക്കുന്നത്. അതായത് ടോട്ടൽ മാർക്കാണ് നോക്കുന്നത്. സെക്ഷണൽ ക്വാളിഫൈയിങ് മാർക്കുകൾ വെച്ചിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ടോട്ടൽ മാർക്ക് നമ്മൾ നോക്കുന്നുണ്ട്. ബട്ട് സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. പക്ഷേ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ കട്ട് ഓഫുകളില്ല, ബട്ട് ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ മാർക്ക് നമ്മൾ കൂട്ടാനും ശ്രമിക്കണം. ഈ ഓരോ ഏരിയക്കകത്തുള്ളതിലും ഏറ്റവും മാക്സിമം മാർക്ക് നമ്മൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഓഫീസറായി മാറാൻ സാധിക്കുന്നതാണ്. ദെൻ എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് 850 രൂപയും 175 രൂപ ഫോർ SC ST, അതേഴ്സിന് 850 റുപ്പീസാണ്. ഇനി ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ SBI POയുടെയും SBI ക്ലർക്കിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് നമ്മൾ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്തും ഫോട്ടോ സിഗ്നേച്ചറിനകത്തുമാണ്. എസ്പെഷ്യലി ഫോട്ടോ സിഗ്നേച്ചറിനകത്ത് എവരി വൺ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹാൻഡ് റിട്ടണിനകത്ത് അവർ പറയുന്ന അതേ ഇങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ബ്ലാക്ക് ഇങ്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് സത്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുമ്പോഴോ മറ്റോ ഒരു പ്രശ്നങ്ങളും വരില്ല. ഏറ്റവും ലാസ്റ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് ഫോർമാലിറ്റീസിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കഴിയുന്നതും അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അവർ പറഞ്ഞിരിക്കുന്ന അതേ പേനകൾ യൂസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും ശ്രദ്ധിക്കണം. ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുമ്പത്തെ നോട്ടിഫിക്കേഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു. സോ അത് ശ്രദ്ധിക്കുക. ദെൻ അപേക്ഷയും കൃത്യമായിട്ട് ചെയ്യുക.
അപേക്ഷ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. യൂക്കോ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കയറിയാൽ മതി. യൂക്കോ ബാങ്ക് വെബ്സൈറ്റിനകത്ത് കരിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് ഓപ്ഷൻസിനകത്ത് LBO ലോക്കൽ ബാങ്ക് ഓഫീസർ ആപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. പിന്നെ നോർമലി ഒരു എക്സാം നോട്ടിഫൈ ചെയ്യുമ്പം ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റുകൾ പറയാറുണ്ടായിരുന്നു, പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു 45 ഡേയ്സിനുള്ളിൽ തന്നെ എക്സാം 45 to 60 ഡേയ്സിനുള്ളിൽ തന്നെ മാക്സിമം എക്സാമിനേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഡു യുവർ പ്രിപ്പറേഷൻ വെൽ.